അങ്ങനെ ഒന്ന് വെറുതെ ഒരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്ങോട്ട് പോവല്ലേ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് തുടങ്ങാൻ വിചാരിച്ചു യാത്ര. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര ആരംഭിച്ചിട്ടോ. ഈ യാത്രയിൽ വേണം നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ നമ്മൾ സ്ഥലം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ കുറേ സ്ഥലങ്ങൾ നോക്കി, കോഴിക്കോട് ജില്ലയിലുള്ള കുറേ സ്ഥലങ്ങൾ നോക്കിട്ടോ. അടുത്തടുത്തുള്ള നമ്മൾ കോഴിക്കോട് ജില്ലയാണ്, അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബീച്ച് കാര്യങ്ങളൊക്കെ നോക്കി. ബീച്ചൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകണമായതുകൊണ്ട് നമ്മൾ ബീച്ച് വേണ്ടാന്ന്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്ഥലം ഫിക്സ് ചെയ്തു കേട്ടോ. നമ്മൾ വിചാരിച്ചു കക്കാടംപുഴയിൽ പോകാമെന്ന്. കക്കാടംപുഴ ഞാനിതുവരെ കണ്ടിട്ടില്ലായിരുന്നു, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്ഥലം കക്കാടംപുഴ ഫിക്സ് ചെയ്തു. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. വഴിയിൽ പോകുമ്പോൾ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. അതൊക്കെ വണ്ടി നിർത്തി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല അടിപൊളി കാറ്റും കാര്യങ്ങളൊക്കെ. സ്ഥലം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളെ അടുത്തുള്ള കുറേ നല്ല നല്ല പ്രദേശങ്ങളും സ്ഥലങ്ങളും ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതൊന്നും കാണാതെ നമ്മൾ പുറത്തുള്ള സ്ഥലങ്ങളിൽ നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോയി നമ്മൾ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ട് ട്രിപ്പ് പോകും. അതേപോലെ നമ്മളെ നമ്മളെ ജില്ലയിലും നമ്മളെ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സ്ഥലം അടിപൊളി സ്ഥലം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ട് പോരാന്നുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ കയറിയിട്ടില്ല. അങ്ങനെ നമ്മൾ പാർക്കിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ടിക്കറ്റ് ഉള്ളിലേക്ക് കയറാൻ തന്നെ അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു 4-5 പേരുണ്ടായിരുന്നു. അപ്പോൾ 4-5 പേർക്ക് അങ്ങോട്ട് കയറി ടിക്കറ്റ് എടുക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ദിവസം വന്ന് കയറാമെന്ന് വിചാരിച്ച് നമ്മൾ പുറത്തുനിന്ന് കണ്ടു പോന്നു കേട്ടോ. അങ്ങനെ പാർക്കൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോരുമ്പോൾ ഒരു ചായക്കട കണ്ടു. അപ്പം നമുക്ക് ചായ കുടിക്കാന്ന് വിചാരിച്ചു അവിടെ വണ്ടി നിർത്തിട്ടോ. അങ്ങനെ നമ്മൾ ചായയും കുടിച്ചു. പിന്നെ അവിടെ സുർക്കയിലിട്ട നല്ല മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങയും വാങ്ങി. പക്ഷെ നല്ല അടിപൊളി സ്ഥലത്താട്ടോ ചായക്കടയിൽ. നല്ല വ്യൂകളും നല്ല കാറ്റുമൊക്കെ കിട്ടും. ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അടിപൊളി സ്ഥലം കേട്ടോ. അങ്ങനെ നമ്മൾ മാങ്ങ കഴിച്ചു. പിന്നെ അവിടെ ചെറുകടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ഒരു പരിപ്പുവട വാങ്ങി, പിന്നെ കോളിഫ്ലവർ വാങ്ങി, പൊരിച്ച കോളിഫ്ലവർ ഉണ്ടാവില്ലേ, അതും വാങ്ങി. പിന്നെ കുറച്ച് സുർക്കയിലിട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിന്നപ്പം അടുത്ത കടക്കാരൻ പറഞ്ഞു ഇതിൻ്റെ ബാക്കിൽ നിന്ന് നമുക്ക് കോഴിപ്പാറ വെള്ളച്ചാട്ടം കാണാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് ബാക്കിൽ പോയി നോക്കിയപ്പം അതിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് അവിടെ നിന്ന് കാണാം. അവിടെ നല്ല അടിപൊളി കാറ്റാട്ടോ. അങ്ങനെ നമ്മൾ സ്ഥലം പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ കോഴിപ്പാറ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ കടന്ന് പോയി കാണല്ലേ എന്ന് തോന്നിട്ടോ. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയി. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടോ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളത്തിനൊക്കെ നല്ല ശക്തിയിലാട്ടോ വെള്ളമൊക്കെ ഒഴുകി വരുന്നത്. പിന്നെ പാറൊക്കെ അത്യാവശ്യം നല്ല വഴുക്കലൊക്കെ ഉണ്ട്. അപ്പം പോകുന്നത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, അങ്ങോട്ട് മഴക്കാലത്ത് പോവുകയാണെങ്കിൽ കുടയും കോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാം. കാരണം മഴ വന്നാൽ അവിടെ കയറി നിൽക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് നമ്മൾ ടിക്കറ്റ് എടുക്കണ അവിടേക്ക് വരണം. അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ചെറിയൊരു മഴ കിട്ടി. കാരണം ഞങ്ങൾ കുടയും കോട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ചെറിയൊരു മഴ കൊണ്ടു. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷാ കാര്യങ്ങളൊക്കെ വല്ല ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ വെയിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ, അപ്പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. പിന്നെ അവിടുന്ന് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. അതൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോരുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മുക്കത്തെത്തി നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം അന്ന് വീട്ടിലിരുന്ന് വെറുതെ ബോറടിച്ച് തീർക്കേണ്ട സമയം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയാലോന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഫാമിലിയോടെ പോയിട്ട് ഒന്ന് അടിച്ചു പൊളിച്ചിട്ടോ. അങ്ങനെ ഇടയ്ക്കൊക്കെ പോകണം നല്ലതാണ്. നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.